ഹായ് ഡിയേഴ്സ്, ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ബിഹേവിയർ ഡയഗ്രത്തിൽ ഫസ്റ്റത്തെ ഡയഗ്രമായ യൂസ് കേസ് ഡയഗ്രം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി പറയുന്നത് ഇൻട്രാക്ഷൻ ഡയഗ്രമാണ്. അതായത് അടുത്ത 2 ഡയഗ്രം 5 ബിഹേവിയർ ഡയഗ്രമാണല്ലോ വരുന്നത്. അതായത് യൂസ് കേസ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ആൻഡ് ആക്ടിവിറ്റി ഡയഗ്രാം. അതിന് ഫസ്റ്റത്തെ യൂസ് കേസ് ഡയഗ്രാമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി പറയുന്നത് ഇൻട്രാക്ഷൻ ഡയഗ്രാം. അതായത് ഈ സീക്വൻസ് ഡയഗ്രാമും കൊളാബറേഷൻ ഡയഗ്രാമത്തിനും കൂടി കോമൺ ആയിട്ട് പറയുന്നതാണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം എന്ന്. ഇൻട്രാക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇൻട്രാക്ഷൻ ബിഹേവിയർ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ആ പേര് വന്നത് ഇൻട്രാക്ഷൻ ഡയഗ്രാം എന്ന്. സീക്വൻസ് ഡയഗ്രാം ആയാലും കൊളാബറേഷൻ ഡയഗ്രാം ആയാലും രണ്ടും തന്നെ ഇൻട്രാക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് വ്യത്യാസം, അതായത് സീക്വൻസ് ഡയഗ്രവും കൊളാബറേഷൻ ഡയഗ്രം രണ്ടും സീക്വൻസ് ഇൻട്രാക്ഷൻ കാണിക്കുമെങ്കിലും രണ്ടിലും ചെറിയ ചെറിയ ചേഞ്ചുകളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പേരുള്ള വ്യത്യാസം. ഒന്ന് ഒബ്ജക്റ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒന്ന് സിസ്റ്റം ഓർഗനൈസേഷൻ കാണിക്കാനാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ടാണ് പേരിലുള്ള വ്യത്യാസം. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ബിഹേവിയറൽ ഡയഗ്രത്തിലെ രണ്ടാമത്താണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം. The interactive behavior is represented in UML by 2 diagrams known as sequence diagram and collaboration diagram. ഇൻട്രാക്റ്റീവ് ബിഹേവിയർ കാണിക്കാൻ വേണ്ടി UML ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻട്രാക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഇൻട്രാക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്ന ഇൻട്രാക്ഷൻ ഡയഗ്രാം 2 ടൈപ്പാണുള്ളത്. ഒന്ന് സീക്വൻസ് ഡയഗ്രാമും മറ്റൊന്ന് കൊളാബറേഷൻ ഡയഗ്രാമും. ദ ബേസിക് പർപ്പസ് ഓഫ് ബോത്ത് ഡയഗ്രാംസ് ആർ സിമിലർ. അതിൻ്റെ ബേസിക്കായ പർപ്പസ് എന്ന് പറയുന്നത് കോമൺ സിമിലറാണ്, അതായത് ഇൻട്രാക്ഷനെ കാണിക്കാനാണ്. പക്ഷെ അതിൽ സം ഡിഫറൻസസ് മാത്രമുണ്ട്. അതെന്താണെന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. സീക്വൻസ് ഡയഗ്രാം emphasizes on time sequence of messages and collaboration diagram emphasizes on structural organization of the objects that send and receive message. അപ്പോൾ ഒരു സീക്വൻസ് ഡയഗ്രത്തിലാണെങ്കിൽ അവിടെ മെയിനായിട്ട് ടൈം സീക്വൻസിനാണ് പ്രാധാന്യം. അതായത് ആദ്യം ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയുള്ളൊരു ടൈം സീക്വൻസ്. നമ്മൾ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ആദ്യം ഒരു ഓർഡർ നമ്മൾ സെൻഡ് ചെയ്യുക, ഓർഡർ കൺഫേം ചെയ്യുക. ആ ഓർഡർ കൺഫേമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ. അതിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്ന ഒബ്ജക്റ്റായിട്ടാണ്. അപ്പോൾ അത് കസ്റ്റമർ ഒരു ഒബ്ജക്റ്റാണ്, ഓർഡർ മറ്റൊരു ഒബ്ജക്റ്റാണ്. പിന്നെ 2 തരം ഓർഡർ പറയുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ഓർഡർ, നോർമൽ ഓർഡർ. അത് രണ്ടും 2 ഒബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ 4 ഒബ്ജക്റ്റായി കൺസിഡർ ചെയ്തുകൊണ്ടുള്ളതാണ് സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ സെൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ഒരു മെത്തേഡാണ് സെൻഡ് ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ മെത്തേഡ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് സെൻഡ് ഓർഡർ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ഒരു മെത്തേഡാണ് സെൻഡ് ഓർഡർ. പിന്നെ കൺഫേം ഓർഡർ, അത് തന്നെ ഒരു ഓർഡറിൻ്റെ മറ്റൊരു മെത്തേഡാണ് കൺഫേം ചെയ്യൽ. അങ്ങനെയുള്ളൊരു രീതിയാണ് സീക്വൻസ് ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതിന് സ്ട്രക്ചർ ഫോർമാറ്റിനാണ്. അതായത് ഫസ്റ്റ് ഇന്നത് ചെയ്യുക, സെക്കൻഡ് ഇന്നത്, അങ്ങനെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചറൽ മാനറിൽ പറയാം. അതാണ് കൊളാബറേഷൻ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് ഇൻട്രാക്ഷൻ ഡയഗ്രാം, അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ ഡയഗ്രാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് സീക്വൻസ് ഡയഗ്രാമായാലും കൊളാബറേഷൻ ഡയഗ്രാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ക്യാപ്ചർ ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്, അത് നമ്മൾ ഏതൊരു ബിഹേവിയർ ഡയഗ്രാം പറയുമ്പോഴും കോമൺ ആയിട്ട് ഒരു പോയിൻ്റാണ് ക്യാപ്ചർ ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ സിസ്റ്റം. ടു ഡിസ്ക്രൈബ് ദ മെസ്സേജ് ഫ്ലോ ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ മെസ്സേജ് ഫ്ലോ എങ്ങനെയാണ്, അതായത് ഒരു സ്റ്റെപ്പ് ഒന്ന് കഴിഞ്ഞ് എന്നുള്ള ആ ഒരു മെസ്സേജിൻ്റെ ഫ്ലോ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും. ടു ഡിസ്ക്രൈബ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, ഒബ്ജക്റ്റ് എന്താണ്, ആ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ്, മെത്തേഡ് കോൾസ് ഏതൊക്കെയാണ്, അങ്ങനെ ഏത് മെത്തേഡാണ് ആദ്യം കോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ടു ഡിസ്ക്രൈബ് ഇൻട്രാക്ഷൻ എമംഗ് ദ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാനും കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇൻട്രാക്ഷൻ ഡയഗ്രാം വരയ്ക്കുക എന്നാണ് പറയുന്നത്. ഒരു ഇൻട്രാക്ഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം കുറേ ക്ലാരിഫിക്കേഷൻ വേണം. ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുന്നേ അറിയേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് അതിലായിട്ട്, ഒബ്ജക്റ്റ് ടേക്കിംഗ് പാർട്ട് ഇൻ ഇൻട്രാക്ഷൻ, ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ആ ഒരു ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്നത്.
ഇനി ഏതൊക്കെയാണ് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള മെസ്സേജ് ഫ്ലോ എങ്ങനെയാണ്? ദ സീക്വൻസ് ഇൻ വിച്ച് ദ മെസ്സേജ് ആർ ഫ്ലോയിങ്. ഇനി ഏതൊരു സീക്വൻഷ്യൽ മാനറിലാണ് മെസ്സേജസ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ഡയഗ്രാം വരയ്ക്കാൻ കഴിയുള്ളൂ. അതായത് ഒബ്ജക്റ്റ് എന്താണ്, മെസ്സേജ് ഫ്ലോൻ്റെ സീക്വൻസ്, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഒരു ചിത്രം വരയ്ക്കേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ നാം പറഞ്ഞു, സീക്വൻസ് ആൻഡ് കൊളാബറേഷൻ ഇൻട്രാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീക്വൻസ് ഡയഗ്രാം. ദ സീക്വൻസ് ഡയഗ്രാം ഹാസ് ഫോർ, ഞാൻ മുന്നേ പറഞ്ഞു, ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, സീക്വൻസ് ഡയഗ്രാം പറയുമ്പോൾ നമ്മളൊരു ഓർഡർ, നമ്മളുടെ എല്ലാ ഒരു പ്രോബ്ലം ഇതുവരെയുള്ള എല്ലാ ഡയഗ്രാം പഠിക്കുമ്പോൾ ഒറ്റ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ തന്നെ. അപ്പോഴും നിങ്ങൾക്ക് ഓരോ ഡയഗ്രത്തിലും തമ്മിലുള്ള വ്യത്യാസം, ഓരോ ഡയഗ്രത്തിലും എന്തെന്ത് വ്യത്യാസങ്ങളാണ് ആ ഒരേ ഒരു പ്രോബ്ലത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ സീക്വൻസ് ഡയഗ്രാം ആണെങ്കിലും അതിലും പറയുന്നത് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 4 ഒബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് കസ്റ്റമർ എന്നുള്ളൊരു ഒബ്ജക്റ്റ്, പിന്നെ ഓർഡർ എന്നുള്ളൊരു ഒബ്ജക്റ്റ്, സ്പെഷ്യൽ ഓർഡർ, നോർമൽ ഓർഡർ. ഈ 4ഉം തന്നെ ഒബ്ജക്റ്റുകളാണ്. The following diagram shows the message sequence for special order object and the same can be used in case of normal order object. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയഗ്രത്തിൽ ചിലപ്പം സ്പെഷ്യൽ ഓർഡർ ആയിരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. ഇനി സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ നോർമൽ ഓർഡർ ആയാലും ഇതേ ഒരു മാനറിൽ തന്നെയാണ് ഡയഗ്രാം വരയ്ക്കുക. ആ ഒരു പേര് മാത്രം മാറുന്നു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈം സീക്വൻസ് ഓഫ് മെസ്സേജ് ഫ്ലോ. സീക്വൻസ് ഡയഗ്രാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടൈം സീക്വൻസിനെ കാണിക്കാനാണ്. മെസ്സേജ് ഫ്ലോൻ്റെ ടൈം സീക്വൻസ് എങ്ങനെയൊക്കെയാണ്, ഏത് കഴിഞ്ഞ് എത്ര ഒരു ആ ടൈം സീക്വൻസ് കാണിക്കാൻ വേണ്ടിയാണ് സീക്വൻസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ സെൻഡ് ഓർഡറാണ്. അതായത് നമ്മൾ ഒരു വസ്തു ഓർഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് സെൻഡ് ഓർഡറാണ്. ഓർഡർ സെൻഡ് ചെയ്യുക എന്നുള്ളത്. ഈ സെൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഓർഡർ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. ആ ഓർഡറിൻ്റെ ഒരു മെത്തേഡാണ് സെൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അത് ഫസ്റ്റത്തെ കോളാണ്. അപ്പോൾ സീക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോൾ ഏതാണ്, സെക്കൻഡ് കോൾ ഏതാണെന്ന് നമുക്ക് അറിയണം. അതാണ് സീക്വൻഷ്യൽ മാനർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് സെൻഡ് ഓർഡറാണ്. പിന്നെ അടുത്ത കോൾ എന്ന് പറയുമ്പോൾ കൺഫേം, നമ്മൾ ഓർഡർ സെൻഡ് ചെയ്ത ആ ഓർഡർ കൺഫേം ചെയ്യലാണ്. അതാണ് നെക്സ്റ്റ് കോൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോൾ എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്, നമ്മൾ സ്പെഷ്യൽ ഓർഡർ ആണെങ്കിൽ ആ സ്പെഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ നോർമൽ ഓർഡർ ആണെങ്കിൽ നോർമൽ ഓർഡർ, ഏതാണ് നമ്മൾ ചെയ്യുന്ന ഓർഡർ ആ ഓർഡറിൻ്റെ മെത്തേഡാണ്. ഇനി ലാസ്റ്റ് കോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓർഡർ ചെയ്ത വസ്തു നമുക്ക് കിട്ടലാണ് ലാസ്റ്റ് കോൾ എന്ന് പറയുന്നത്. ഡിസ്പാച്ച് എന്താണ്, സ്പെഷ്യൽ ഓർഡറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ ഓർഡറിൻ്റെ മെത്തേഡാണ്. നോർമൽ ഓർഡറാണ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഓർഡറിൻ്റെ മെത്തേഡാണ്. ഇനി അതെല്ലാം നമ്മൾ ഡിസ്പാച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് ഫിഗറിൽ കാണിക്കുക. കാരണം നെസസറി പാർട്ടല്ല, നമുക്ക് ആവശ്യമില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക എന്നേ ഉള്ളൂ. അതിന് നമ്മൾ ഡോട്ട് ഇട്ട് കാണിക്കും. ഇതാണ് ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒബ്ജക്റ്റാണ്, ഒന്ന് കസ്റ്റമർ ഒബ്ജക്റ്റാണ്, ഓർഡർ ഒബ്ജക്റ്റാണ്, സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ നോർമൽ ഓർഡർ, രണ്ടും ഒബ്ജക്റ്റാണ്. ഇവിടെ സ്പെഷ്യൽ ഓർഡറാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ഒരു ഡയഗ്രാം തുടങ്ങുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഇനി ഫസ്റ്റത്തെ കോളാണിത്. ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമറിലോട്ടുള്ള ഫസ്റ്റ് കോളാണ്. ആ ഫസ്റ്റ് കോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് കോളായിരിക്കും, അതായത് ഓർഡർ സെൻഡ് ചെയ്യാൻ. ആ കോൾ കഴിഞ്ഞ് അടുത്ത കോൾ എന്ന് പറയുന്നത് കൺഫേം ചെയ്യലാണ്. ഈ ഓർഡറിനെ കൺഫേം ചെയ്യൽ. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഡെസ്പാച്ചാണ്. അത് സെൽഫ് കോളാണ്, നമുക്ക് സാധനം കൈ കിട്ടുന്നതാണ്, സെൽഫ് കോളാണ്. ഇനി വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നാണ് ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുള്ള ഇത്. അങ്ങനെയാണ് ഒരു സീക്വൻസ് ഡയഗ്രത്തിൻ്റെ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം വരുന്നത്. ഇനി ഇത് കൊളാബറേഷനിലാവുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുക നോക്കാം. കൊളാബറേഷൻ ഡയഗ്രാം. The collaboration diagram, the method called sequence is indicated by some numbering technique. കൊളാബറേഷൻ ഡയഗ്രത്തിലാണെങ്കിൽ ഒരു നമ്പർ സിസ്റ്റം, ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ബുള്ളറ്റ്സ് നമ്പറിങ്ങിലെ നമ്പർ പോലെയാണ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തേത് സെക്കൻഡിൻ്റെത് എങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്പറിങ് ടെക്നിക്ക് വഴിയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. The number indicates how the methods are called one after another. അങ്ങനെയാകുമ്പോൾ ഈ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ആദ്യത്തെ മെത്തേഡ് എങ്ങനെ, അത് എങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെയുള്ള അതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്പറിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്.
വി ഹാവ് ടേക്കൺ ദ സെയിം ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസ്ക്രൈബ് ദ നമ്മൾ ചെയ്ത അതേ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് കൊളാബറേഷൻ ഡയഗ്രത്തിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. മെത്തേഡ് കോൾസ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് സീക്വൻസ് ഡയഗ്രത്തിൽ അതേപോലെ തന്നെയാണ് മെത്തേഡ് കോൾസ് വരുന്നത്. ഹൗവർ ഡിഫറൻസ് ബീങ് ദ സീക്വൻസ് ഡയഗ്രം ഡസ് നോട്ട് ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റ് ഓർഗനൈസേഷൻ whereas collaboration diagram shows the object or അതായത് നമ്മുടെ ഒരു സീക്വൻസ് ഡയഗ്രത്തിൽ എങ്ങനെയാണോ ഒബ്ജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റിൻ്റെ അവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സീക്വൻഷ്യൽ മാനറാണ്, മെസ്സേജ് പാസിൻ്റെ സീക്വൻഷ്യൽ മാനറാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓർഗനൈസേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊളാബറേഷൻ ഡയഗ്രം യൂസ് ചെയ്യുന്നത്. Example to choose between these two diagram emphasis is placed on types of requirement. If the time sequence is important, then the sequence അവിടെ നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുന്ന സമയത്ത്, ഇൻട്രാക്ഷൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അതായത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ടൈം സീക്വൻസിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രം സീക്വൻസ് ഡയഗ്രം ആയിരിക്കണം. അതേസമയം അവിടെ ഒരു ഓർഗനൈസേഷൻ, ഒബ്ജക്റ്റ് ഓർഗനൈസേഷനോ സ്ട്രക്ചർ ഓർഗനൈസേഷനോ എന്തോ ആയിക്കോട്ടെ, ഓർഗനൈസേഷനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നാം വരയ്ക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ഡയഗ്രം ആകും. അപ്പോൾ ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ ഏതും നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു കൊളാബറേഷൻ ഡയഗ്രത്തിൻ്റെ ഫിഗറാണ്. കണ്ടാൽ തന്നെ മനസ്സിലാണല്ലേ ഫസ്റ്റത്തത് എന്താണ്, സെക്കൻഡ് എന്താണ്, തേർഡ് എന്താണ്, ആ ഒരു കറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇനീഷ്യൽ, അതായത് ശരിക്കും ഒരു ഫ്ലോ ചാർട്ട് മോഡലിൽ കാണിക്കും. ഇനിഷ്യലൈസേഷൻ, ഫസ്റ്റത്തെ മെത്തേഡ് കോൾസൊക്കെ ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് കസ്റ്റമർ, അതിന് നമ്മൾ കസ്റ്റമർ ഓർഡർ സെൻഡ് ചെയ്യണം. ഫസ്റ്റത്തെ മെത്തേഡായിട്ട് സെൻഡ് ഓർഡർ കൊടുത്തു, സീക്വൻസ് നമ്പർ. രണ്ടാമത്തത് കൺഫേം ചെയ്യലാണ്, അടുത്ത മെത്തേഡാണ് ഓർഡർ കൺഫേം ചെയ്യൽ, അതൊരു മെസ്സേജ് ആക്കി കൊടുത്തു. പിന്നെ അടുത്ത സെൽഫ് ഓർഗനൈസേഷന് സ്പെഷ്യൽ ഓർഡർ അതിനടുത്ത് പ്രോസസ് സെൻഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കാം, അതായത് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഫിഗറിൽ കാണിച്ചിട്ടില്ല. നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം, ഇവിടെ കാണിച്ചു. സീക്വൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പറിങ് ദ മെസ്സേജ് ഓർ മെത്തേഡ്. ആ സീക്വൻസ് ഇവിടെ 1, 2, 3 എന്ന് ഉദ്ദേശിക്കുന്ന സീക്വൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മെസ്സേജ് അല്ലെങ്കിൽ മെത്തേഡ് കോൾസിൻ്റെ നമ്പറിങ് ആണ്, ഓർഡറിങ് ആണ് ആ ഒരു 1, 2, 3 എന്നുള്ളത്. നമ്മൾ എന്തിനെയാണ് അവിടെ 1, 2, 3 എന്നുള്ള സ്റ്റെപ്പിലൂടെ കാണിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോട്ട് വഴി നമുക്ക് കൊടുക്കാം. ഏതായാലും ബ്രീഫായിട്ട് നോട്ടുള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ യൂസ് കേസ് ഡയഗ്രം പറഞ്ഞു, ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ 2 കൊളാബറേഷനും സീക്വൻസ് ഡയഗ്രം പറഞ്ഞു. ഇനി 2 കൂടിയാണുള്ളത്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.